സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ബന്ധുക്കളും സുഹൃത്തുക്കളും പലരും ഋഷിയെ കാണാതായതിൻ്റെ പേരിൽ ചന്ദ്രോത്ത് വീട്ടുകാരെ ഓരോ അപവാദം പറഞ്ഞുണ്ടാക്കുന്ന സമയത്ത് ഭാർഗവിയും അതുപോലെ തന്നെ ദേവികയും മാറി മാറി ഓരോന്നും പറയുന്നത് ശരിക്കും പറഞ്ഞ പ്രഭാവതിക്ക് ഉൾക്കൊള്ളാനാകുന്നില്ല. ദൈവത്തിൻ്റെ മുമ്പിൽ പോലും തൻ്റെ മകൻ ചെയ്ത തെറ്റ് പൊറുക്കണമേ, ഒരിക്കലും ദൈവത്തിൻ്റെ കോടതിയിൽ അവനെ ശിക്ഷ കൊടുക്കരുത് എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഭഗവാന്റെ മുമ്പിലിരുന്ന വിളക്കിലെ തിരി പോലും കെട്ടുപോയി. അതെല്ലാം ഒരു ദുസൂചനയായിട്ട് മനസ്സിലാക്കുന്നുണ്ട് പ്രഭാവതി. എന്തായാലും നന്ദനാണെങ്കിൽ എസബെല്ലയുടെ വരവ് താൽക്കാലിക ആശ്വാസമുണ്ടാക്കുന്നു എങ്കിലും അധികം താമസിക്കാതെ എസബെല്ല നന്ദനൊരു കടുത്ത ശത്രുവായിട്ട് തന്നെ മാറും. കെവിനും എസബെല്ലയും മുമ്പ് തന്നെ സുഹൃത്തുക്കളാണ്. കോളേജ് കഴിഞ്ഞതിന് ശേഷവും അവർ തമ്മിലുള്ള കോണ്ടാക്റ്റ് തുടർന്നുകൊണ്ടേയിരുന്നു. എന്നാൽ കെവിനാകട്ടെ നന്ദനോടോ അതുപോലെ തന്നെ ദേവിയോടോ യാതൊരു കോണ്ടാക്റ്റിനും വന്നിട്ടില്ല. പിന്നെ ദേവിക ഒരു MLA ആയതിനു ശേഷം സിദ്ധാർത്ഥ് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. അന്നൊന്നും വരാത്ത കെവിൻ MLA ആയ ദേവികയെ കാണാനും മാത്രമല്ല നന്ദനോടൊപ്പം ബിസിനസ് ചെയ്യാനും വന്നിരിക്കുന്നത് നിസാര ഉദ്ദേശത്തോടെയൊന്നും അല്ല. എസബെല്ലയ്ക്കാണെങ്കിൽ പണ്ടേ നന്ദനെ ഒരല്പം ഇഷ്ടമുണ്ടായിരുന്നു. എന്നാൽ നന്ദനാകട്ടെ സ്നേഹിച്ചത് ദേവിയെ മാത്രമേ വിവാഹം കഴിക്കുകയുള്ളെന്ന് വാശി പിടിച്ചിരുന്ന നന്ദൻ ഒരുപാട് പ്രതിസന്ധികൾക്കൊടുവിലാണ് ദേവിയെ സ്വന്തമാക്കുന്നത്. ആദ്യം തന്നെ തൻ്റെ ഉറ്റ സുഹൃത്തായ മുരളിയുടെ ഭാര്യയാക്കി എല്ലാവരുടെയും മുമ്പിൽ ദേവിയെ ചിത്രീകരിക്കുന്ന സമയത്ത് മീരയുമായിട്ടുള്ള വിവാഹം ഉറപ്പിക്കുന്നുണ്ട്. മാത്രമല്ല നടത്തിവെക്കുകയും ചെയ്യുന്നുണ്ട് പ്രഭാവതി. ശേഷം പ്രഭാവതി ദേവികയെ അംഗീകരിച്ചു വരുന്ന സമയത്ത് മീരയുടെ ജീവൻ നഷ്ടമാകുന്നു. അതിനുശേഷം ബലരാമൻ്റെ മരണം എല്ലാം ചന്ദ്രോത്ത് വീട്ടുകാരെ വല്ലാതെ ബാധിച്ചു എന്ന് തന്നെ പറയാം. ബലരാമൻ വധക്കേസുമായി ബന്ധപ്പെട്ട് സിദ്ധാർത്ഥൻ സാറ് ജയിലിൽ കിടന്ന സമയത്ത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അദ്ദേഹത്തെ പുറത്തിറക്കിയത്. അതിനുശേഷം അമ്മയും മരുമകളും തമ്മിലുള്ള പോര് അത് ഉണ്ടാക്കാവുന്നതിലും അധികം പ്രതിസന്ധികൾ ഉണ്ടാക്കി. അതിനുശേഷം അരുന്ധതി മേഡവും ഋഷിയും തൻ്റെ മകനായ ഋഷിയെ വർഷങ്ങൾക്ക് മുമ്പ് പ്രഭാവതി ആക്രമിച്ചതിൻ്റെ പ്രതികാരം ചെയ്യാൻ കളത്തിലിറങ്ങുന്ന സമയത്ത് MLA ആയതിനു ശേഷവും അതിൻ്റെ പ്രശ്നങ്ങൾ തുടരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ നന്ദൻ്റെ നിയന്ത്രണം വിട്ടിട്ടാണ് ആ ഒരു അപകടം ഉണ്ടാകുന്നത്. നന്ദൻ്റെ കൈയാൽ ഋഷിക്ക് അപകടമുണ്ടാകുകയും ഈ കാര്യം മറ്റാരും അറിയാതിരിക്കാൻ രഹസ്യമായിട്ട് അവനെ ഒരു വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. അതിനുശേഷം അധികം താമസിക്കാതെ ഋഷിയുടെ മരണവാർത്ത നന്ദനിൽ വല്ലാത്ത ഷോക്കുണ്ടാക്കുന്നു. അതിൻ്റെ വീഡിയോ ആകട്ടെ കൂട്ടുകാരുടെ കയ്യിൽ നിന്ന് എങ്ങനെയോ ലീക്കായി DYSPക്ക് തന്നെ കിട്ടുന്നു. അതിൻ്റെ പേരിൽ അരുന്ധതി കംപ്ലൈൻറ്റ് കൊടുക്കുന്നതും കൂടി ആകുമ്പോഴത്തേക്കും നന്ദനെയും കെവിനെയും അറസ്റ്റ് ചെയ്യാൻ ഒരുങ്ങുന്ന സമയത്താണ് എസബെല്ലയെ നമ്മുടെ കെവിൻ സഹായത്തിന് വിളിക്കുന്നത്. ഇന്ന് വരെ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത നന്ദൻ ഇങ്ങനൊരു ബുദ്ധിമോശം കാണിച്ചു എന്ന് പറയുമ്പം എസബെല്ലയ്ക്ക് ശരിക്കും പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റിയില്ല. എങ്കിലും തൻ്റെ മനസ്സിലെ ആഗ്രഹം നേടിയെടുക്കാൻ പറ്റിയ ഒരു സാഹചര്യമായിട്ടാണ് എസബെല്ല ഇതിനെ കണക്കാക്കിയത്. നന്ദനെ സഹായിക്കുക എന്നത് തൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹവും സന്തോഷവുമായിട്ടൊക്കെ അവൾ കണക്കാക്കുന്ന സമയം പ്രഭാവതിക്ക് മുൻകൂട്ടി ചില പ്രശ്നങ്ങൾ മണക്കുന്നുണ്ട്. അതായത് നാളെ ഒരു സമയത്ത് ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം മോനുണ്ടാകുമോ, ബ്ലാക്ക് മെയിലിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമെന്നാണ് നമ്മുടെ പ്രഭാവതി ഉദ്ദേശിക്കുന്നത്. അങ്ങനെയൊന്നും സംഭവിക്കില്ലെന്ന് നന്ദൻ വാക്ക് കൊടുക്കുന്നുണ്ട്. പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങിയതിന് ശേഷം തീർച്ചയായിട്ടും എസബെല്ലയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തണമെന്നും അവൾക്കായി എന്തെങ്കിലും ഫുഡൊക്കെ ഒരുക്കി കൊടുക്കണമെന്ന് പ്രഭാവതിയുടെ ആഗ്രഹം പ്രകാരം കെവിനും നമ്മുടെ നന്ദനും കൂടി ഒരു ദിവസം സൗകര്യം പോലെ നമ്മുടെ എസബെല്ലയെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. എസബെല്ലയെ കണ്ട ദേവികയാണെങ്കിൽ ആകെ ഷോക്കാകുന്നു. വർഷങ്ങൾക്ക് ശേഷമാണ് അവളെ വീണ്ടും ദേവി കാണുന്നത്. പഠിക്കുന്ന സമയത്ത് എസബെല്ലയ്ക്ക് നന്ദനോട് സ്നേഹമുണ്ടെന്നുള്ള കാര്യം ദേവിക്ക് അറിയാം. പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞില്ലേ, ഇപ്പം നന്ദനും ദേവിയും ഒന്നായ സ്ഥിതിക്ക് തീർച്ചയായിട്ടും ആ ഒരു മോഹമൊക്കെ മനസ്സിൽ നിന്ന് മാറ്റിക്കാണുമെന്ന് കരുതിയിരിക്കുമായിരുന്നു ദേവികയും നല്ലതുപോലെ തന്നെ അവളെ ട്രീറ്റ് ചെയ്യുന്നു. മാത്രമല്ല എസബെല്ല കെവിൻ്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഒരു കള്ളമാണ് ദേവികയോടും സിദ്ധാർത്ഥൻ സാറിനോടും തുറന്നു പറയുന്നത്. എല്ലാ സത്യങ്ങളും അറിയാവുന്നത് നന്ദനും കെവിനും അതുപോലെ തന്നെ പ്രഭാവതിക്കുമാണല്ലോ. നന്ദനെ കാണാനുള്ള സാഹചര്യം എസബെല്ലയായിട്ട് തന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഒരു സാഹചര്യം കിട്ടിയപ്പോൾ എസബെല്ല തൻ്റെ മനസ്സ് നന്ദൻ്റെ മുമ്പിൽ തുറന്നു. ഇത്രയും വർഷം താൻ വിവാഹം കഴിക്കാതെ വെയിറ്റ് ചെയ്തതുപോലും നന്ദൻ എന്നെങ്കിലും തന്നെ മനസ്സിലാക്കുമെന്നും തന്നെ ജീവിത സഖിയാക്കുമെന്ന് കരുതിയിട്ടാണ് ദേവിക നന്ദനെ സ്നേഹിച്ചതിനേക്കാളും 10 മടങ്ങ് ഞാൻ നന്ദനെ ഇപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുമ്പം ദേവിയെ മറന്ന് തനിക്കൊരു കുടുംബജീവിതം
വേണ്ട, അങ്ങനൊരു ജീവിതത്തിനേക്കാളും നല്ലത് മരണമാണെന്നൊക്കെ നന്ദൻ പറയുമ്പോൾ ഇസബെല്ലയുടെ മനസ്സ് വല്ലാതെ വേദനിക്കുകയും അതിൻ്റെ ശത്രുതയിൽ അരുന്ധതിയോട് ഋഷിയെക്കുറിച്ചുള്ള നടന്ന സത്യങ്ങൾ മുഴുവനും തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു കാരണത്താൽ അരുന്ധതി ഋഷിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള ഞെട്ടിക്കുന്ന സത്യം മനസ്സിലാക്കുകയും തൻ്റെ മകനോട് അമ്മ ചെയ്ത ക്രൂരതയ്ക്കായും വലിയൊരു ക്രൂരത മകൻ ചെയ്തിരിക്കുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന സത്യം മനസ്സിലാക്കിയ അരുന്ധതി ഭദ്രകാളിയെപ്പോലെ ഉറഞ്ഞു തുള്ളുന്നുണ്ട്. നന്ദൻ്റെ ജീവൻ എടുക്കാതെ അവരുടെ പ്രതികാരം തീരില്ല എന്നുള്ള വാശിയിൽ നിൽക്കുന്ന അരുന്ധതിയെയും കാണിക്കുന്നു. എന്താകുമെന്ന് കാത്തിരിക്കാം.